അങ്ങനെപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റത്തെ വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കോർണിഷിൽ നിന്നാണ്. അപ്പോൾ നമുക്കൊന്ന് കോർണിഷിൽ പോയാലോ? നിങ്ങൾ റെഡിയാണോ എൻ്റെ കൂടെ വരാൻ? അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ പുതിയ വ്ളോഗിലേക്ക്, ട്രാവൽ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല വെയിലുണ്ട്, ഞാൻ വണ്ടിയിലേക്ക് കയറട്ടെ. ഓക്കെ, ഇവിടെ ഗ്യാപ്പുണ്ട്. ഇവിടെ കുറച്ച് നേരം ഇട്ടിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കാൻ. ഓക്കെ, അപ്പം നമ്മളിപ്പം കോർണിഷിൽ ഫസ്റ്റ് സ്പോട്ടായ മാർക്കറ്റിൻ്റെ അവിടെ വന്നേക്കാണ്. ഫിഷ് മാർക്കറ്റില്ലേ, നമുക്ക് അതൊന്ന് നോക്കിയാലോ, കണ്ടാലോ? അപ്പം അതിന് ചുറ്റുമുള്ള കുറച്ച് കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എൻ്റെ ബിൽഡിങ്ങുകളൊക്കെ നോക്കി, ഇതൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഈ സമയത്ത് മാർക്കറ്റ് ഓപ്പൺ അല്ല കേട്ടോ, വൈകുന്നേരം ഓപ്പൺ ആവുള്ളൂ. കാരണം മീനൊക്കെ പിടിച്ചുകൊണ്ട് വരണ്ടേ. ഈ കിടക്കുന്ന ബോട്ടുകളൊക്കെ, മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളൊക്കെ. ബോട്ടുകളുണ്ടല്ലോ, അതിലാണ് ഇവർ മീൻ പിടിക്കാനൊക്കെ പോകുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ മീനുകളൊന്നുമില്ല, വൈകുന്നേരങ്ങളിലാവും മീനൊക്കെ വരാനായിട്ട്. ഇപ്പോഴാണ് ആൾക്കാരൊക്കെ വന്ന് മീനൊക്കെ മേടിക്കാറ്. ഞങ്ങൾ ഇടയ്ക്കൊന്ന് മേടിക്കാറുണ്ട് ഇവിടെ മീൻ. അപ്പം നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ ഒന്ന് മേടിച്ചാൽ വില കുറവിനൊക്കെ കിട്ടും. വില പേശി എടുക്കാം നമുക്ക്. നന്നായി ക്ലീൻ ആക്കൂല, ബാക്കിയൊക്കെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടും നമുക്ക്. കണ്ടോ, ഇവിടെ കാണുന്ന ബോട്ടുകളൊക്കെ ഇല്ലേ. അപ്പം നിങ്ങൾ മീൻ മേടിക്കാൻ പോണത് ഇപ്പോൾ? ഞങ്ങള് ഒരു 50-55 കിലോമീറ്റർ പോകും. ആണോ? ഉള്ളിലേക്ക് പോലെ 50-60 കിലോമീറ്റർ അടുത്ത് പോകും. ആണോ? കിട്ടാറുണ്ടോ മീനെ കുറെ? കുഴപ്പമില്ല, കിട്ടാറുണ്ട്. അപ്പൊ ഈ ക്ലൈമറ്റ് ആണല്ലോ കൂടുതലും കിട്ടുന്നത്. ഈ തണുപ്പ് സീസണിലാണ് കൂടുതൽ കിട്ടുക. അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട് സ്റ്റാഫ്? സ്റ്റാഫുകൾ ഞങ്ങൾ രണ്ടുപേര്. അപ്പൊ എത്ര മണിക്ക് പോവാറ് അപ്പൊ ഇവിടുന്ന്? ഇപ്പൊ നമ്മള് മുതലാളി വന്നാല് ബോസ് വന്നാ പോകും. ആണോ? അപ്പൊ തിരിച്ചു വരുന്നത് 8:30 വരും അല്ലേ? തിരൂര് കൂട്ടായി. ഇത് നെറ്റിലാണോ നിങ്ങൾ പഠിക്കണത്? അതല്ലല്ല, അതാണ് നെറ്റ് മേലെ ഇരിക്കണത്. എല്ലാ ദിവസവും പോകാറുണ്ടോ? ഞങ്ങൾ എല്ലാ ദിവസവും പോകാറില്ല. പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 8-8:30 ആകുമ്പോഴേക്ക് തിരിച്ചു വരുള്ളൂ മീനൊക്കെ ആയിട്ട്. അപ്പം ഈ മീനൊക്കെ പിടിച്ചിട്ട് ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടെന്നില്ലേ മീനിൻ്റെ തട്ട്, അതിലേക്ക് കൊണ്ടുപോയിട്ട് ഇവർ കൊടുക്കും. ഇത് നമ്മുടെ വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയം ഉണ്ട്, 974 സ്റ്റേഡിയം. നടക്കാനായിട്ട് ഇവിടെ മൊത്തത്തിൽ മരത്തിൻ്റെ പാലങ്ങളാണ്. കണ്ടോ, വഴിയൊക്കെ മരത്തിൻ്റെ അതിലേക്ക് കടൽ. നമ്മുടെ നാട്ടിലെ കാക്ക അതിവിടെ ഉണ്ടല്ലേ, എനിക്ക് കാണാൻ മീനൊക്കെ ഉള്ളിടത്തുണ്ടാവും എന്ന് തോന്നുന്നു. ഇതാണ് കത്തർക്കാക്ക, പറഞ്ഞു. ഇതാണ് മീനിൻ്റെ തട്ട്.
ഇത്രയും ചൂടുണ്ടായില്ല. ഇന്നിപ്പോൾ ഇത്തിരി ചൂടുണ്ട്. ഇന്ന് നോക്കുമ്പോൾ 37-38 അങ്ങാണ്ട് കാണിക്കുന്നുണ്ട് ചൂട്. അപ്പം ഞാൻ വണ്ടിയിലേക്ക് വേണം വേറെ അടുത്ത സ്പോട്ട് നമുക്ക് പോകാം. ഓക്കെ, ഇതൊക്കെ കാണുന്നുണ്ട് ഫ്ലാഗ് സ്ട്രീറ്റാണ് ഇവിടെ പേരുന്നത്. നമുക്ക് ഇവിടെ അടുത്ത് പാർക്കിംഗ് ഉണ്ടെങ്കിൽ ജസ്റ്റ് കാണാം. ഇത് ഇവിടുത്തേക്ക് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഈ ലൈറ്റൊക്കെ നമ്മുടെ നാട്ടിൽ പോയി ഫാൻസി ലൈറ്റ്. ഇത് സയൻസിൻ ബസ്സാണ്, ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ബസ്. ഖത്തറിലെ സൂക്ക് വാക്കിഫ് അതുപോലെ തന്നെ കോർണിഷ് സത്താറ റൂട്ടിലേക്ക് പോകുന്ന ബസ്സാണ്. നല്ല വെയിലുണ്ട് കേട്ടാ, വേർക്കിന്. നല്ല രസമുണ്ട് ഇവിടെ കാണാനൊക്കെ ആയിട്ട്, അടിപൊളിയാണ്. ഇവിടുത്തെ ലൈറ്റുകളൊക്കെ കണ്ടിട്ട് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. നല്ല രസമുണ്ട് ഇവിടുത്തെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. മറ്റേ പഴയ നമ്മുടെ നാട്ടിലെ തൂക്ക് വിളക്കില്ലേ, അതുപോലത്തെ ഒരു മോഡലുണ്ട്, അടിപൊളിയാണ്. ആ വരുന്ന ബസ്സേ മെട്രോയുടെ ബസ്സാണ്. അതായത് മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ ബസ്സിൽ കയറാം. ഫ്രീ സർവീസാണ്. ചെറിയൊരു ബസ്സാണ്, വലുതൊക്കെ ഉണ്ട്. ഈ പ്രാവിൻകൂട്ട പറക്കുന്ന അടിപൊളിയായിരുന്നു. ഫുഡൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പറഞ്ഞു എന്തായാലും. പിന്നെ ഞങ്ങൾ നടന്നപ്പോൾ ഓരോ സ്ഥലത്തേക്കുള്ള ഒരു ബോർഡ് ഉണ്ട്, ഓൾഡ് ദോഹ പോർട്ട്. പിന്നെ അതുപോലെ തന്നെ ദോഹയിലേക്കൊക്കെ നടന്നത് കാല് വരച്ച് മനുഷ്യൻ്റെ. ഇത് ഇപ്പോൾ കുറച്ചും കൂടി ഉള്ള അവർക്ക് സ്പോട്ടിലേക്ക് പോകാനായിട്ട്, ഫ്ലാഗിൻ്റെ സ്ട്രീറ്റിലേക്ക്. ഇവിടെ ചെയറണ്ടപ്പോൾ ഇരുന്നാണ്ടാ നല്ല രസമുണ്ട് ഇവിടെ വന്നിരിക്കാനായിട്ട്. ഈ ചൂടത്തുനിന്ന് ഈ മരത്തിൻ്റെ അടിയിലൊക്കെ വന്നിരിക്കുമ്പോഴേ ഒരു പ്രത്യേക സുഖമുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ വന്നിരിക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ടെങ്കിൽ ഇരിക്കാം. ഓക്കെ, ഇപ്പം സമയമാണെങ്കിൽ 1 മണിയായി, 1:05. ഒരു 5 മിനിറ്റ് കൂടി ഇരുന്നിട്ട് അങ്ങോട്ട് പോകാം. ഞാനിപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, ഇവിടുത്തെ ഒരു മരത്തിൻ്റെ അടിയിൽ അതായത് നമ്മുടെ വൈറ്റ് സ്റ്റോണില്ലേ അത് ഇട്ടിട്ടുണ്ട്. എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് അങ്ങനെ ഇട്ടിട്ട്. ഇവിടെ മിക്ക മരത്തിൻ്റെ അടിയിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ അക്വോറിയത്തിലൊക്കെ ഇടാൻ പറ്റിയ ടൈപ്പ്. അങ്ങനെ ലാസ്റ്റ് ഇതേ നമ്മുടെ സ്പോട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്താറാകുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ചകൾ കാണാൻ പറ്റും. കോടികളൊക്കെ ഇങ്ങനെ പാറി നടക്കണ ഒരു ഫീലിംഗ്, നല്ല രസോട്ടാണ്. ഈ ഈത്തപ്പനയുടെ നല്ല വലിപ്പമുണ്ട് ഈത്തപ്പനക്ക്. അവിടെ ഈത്തപ്പഴം ഉണ്ടായിട്ട് അത് നെറ്റ് വിരിച്ചേക്കണം ഇവിടുത്തെ ആൾക്കാർ, കിളികളൊക്കെ കൊത്താണ്ടിരിക്കാൻ വേണ്ടി. ഈത്തപ്പനത്തിൻ്റെ ഇടയിൽ കൂടി നമ്മുടെ ഫ്ലാഗുകൾ കാണാനായിട്ട് എന്തൊരു ഭംഗിയാണ് അല്ലേ. നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കണ പോലെ അല്ല. അതൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട്. എന്നിട്ടും ഒരുപാട് രാജ്യത്തിൻ്റെ ഫ്ലാഗുകൾ ഉണ്ട് കേട്ടോ അവിടെ. സംഭവം സൂപ്പറുണ്ടോ, ഭയങ്കര ഹൈറ്റ്. എന്തായാലും ഇപ്പോൾ നല്ല സൂപ്പറായിട്ടുണ്ട് സാധനം. ഞാൻ ഇത്രയാണ് ഖത്തറിൽ വന്നിട്ടേ, ഇവിടെ ഇപ്പോഴാണ് വന്നത്. നമ്മുടെ ഇന്ത്യയുടെ പതാക നല്ല രസമുണ്ടല്ലോ അങ്ങനെ. Baseline, nice and slow. Talk like singing, let the rhythm flow. Palm trees swaying, do you feel that breeze? Rolling down the boulevard, feeling at ease. Cruising. കണ്ടില്ലേ എന്ത് രസമായിട്ടാണ് കാണുന്നത്. 100-100-ലധികം രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ ഇവിടെ ഉണ്ട്. കാറ്റത്തൊക്കെ പാറി നടക്കണ എന്ത് രസമാണല്ലേ. നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗൊക്കെ ഉണ്ട് കേട്ടോ അതിൽ. അതിൻ്റെ ഇടയിലാണ് നോക്കണത്. പ്ലാസയുടെ അടുത്തേ കുറച്ച് ചെയറുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഫ്ലാഗ് പ്ലാസയിലൂടെയൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇവിടെ വിശ്രമിക്കാനൊക്കെ ആയിട്ടൊക്കെ. കണ്ടില്ലേ ഈ വഴിയൊക്കെ ഒക്കെ നല്ല രസമല്ലേ.
പിന്നെ ഞാൻ ദൂരെ നോക്കുമ്പോഴേ യാച്ച് കിടക്കുന്നുണ്ട്. യാച്ച് എന്ന് വെച്ചാൽ നമ്മുടെ ആഡംബര ബോട്ടില്ലേ കടലിൽ കൂടി പോകുന്ന അത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ സംഭവം കൊള്ളാം അല്ലേ? ജനാൻ ദോഹ ഖത്തർ യൂണിവേഴ്സിറ്റി. Gleaming, yeah, we thrive. Oh yeah, boombox bumping, let the good times roll. Funk so strong, it's seeping in your soul. Full moon shining, streets come alive. Candy paint gleaming, yeah, we thrive. Boombox bumping, let the good times roll. Funk so strong, it's seeping in your soul. ഒന്ന് വാഷ്റൂം നോക്കാമെന്ന് വിചാരിച്ചു. വാഷ്റൂം ക്ലോസ് ആണോന്ന് അറിയില്ല. ഒരു വാഷ്റൂം ഉണ്ട്, കണ്ടെയ്നർ എന്നോണം. എന്തായാലും പോയി നോക്കട്ടെ. അവിടെ കാണിച്ചിട്ടാ. എന്തായാലും ഇത് വർക്കിംഗ് അല്ല. ഞാൻ തുറന്ന് നോക്കി. ഇതാദ്യം വായിച്ചാൽ മതിയായിരുന്നു. വർക്ക് ഇൻ പ്രോഗ്രസ്. പിന്നെ ഈ ബീച്ചിൽ ആക്ടിവിറ്റീസില്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നോ ഫിഷിങ്, നോ സ്വിമ്മിങ്. ഇതൊന്നും ഇവിടെ പാടില്ല. കാരണം ഇത് ഷിപ്പും ക്രൂയിസൊക്കെ വന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇടയ്ക്ക് ഇല്ലേ. അതുകൊണ്ടായിരിക്കും ഇവർ നോ ആക്ടിവിറ്റീസ്, അതായത് നോ ഫിഷിങ്ങും നോ സ്വിമ്മിങ്ങും ഒക്കെ നിരോധിച്ചിരിക്കുന്നത്. എന്തായാലും നല്ല സ്പോട്ടാണിത്, അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇവിടെ ബോക്സ് പാർക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ടീ കുടിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ക്ലോസ്ഡ് ആണ്. എന്താണെന്നറിയില്ല, എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് ആയിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് പോയതാണ്. പോയപ്പോൾ അവിടെ ക്ലോസ്ഡ് കാണിക്കുന്നത്. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ വേറെ വഴി ഉണ്ടോ നോക്കട്ടെ. ഉണ്ടെങ്കിലും ഷോപ്പുകൾ ക്ലോസ്ഡ് ആണെങ്കിൽ കണ്ടിട്ട് കാര്യമില്ല. പിന്നെ അതിൻ്റെ മുകളിലൊക്കെ നിന്ന് വീഡിയോസൊക്കെ എടുക്കാം, അത്രേ ഉള്ളൂ. എന്തായാലും നോക്കാം നമുക്ക്. വേറെ ഡിസൈനൊക്കെ കൊടുത്താൽ മതി. ഇത് ഭംഗിയല്ലേ. ദുബായ് രജിസ്ട്രേഷൻ വണ്ടി നോക്കി CR അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടാണ്. അവിടെ നിന്ന് ഇപ്പോൾ ഓടിച്ച് വന്നതായിരിക്കും. നമുക്കൊരു പാർക്കിംഗ് കിട്ടി. ഇവിടെ ഇടാം. ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് ഈ സമയത്ത്. വൈകുന്നേരങ്ങളും പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ ഇറങ്ങി നോക്കാം അല്ലേ, എന്താണ് അവസ്ഥ. ഇതൊരു സൈറ്റ് സീൻ ബസ് ടിക്കറ്റ് കൗണ്ടറാണ് കേട്ടോ. ഇത് പോകുന്ന സ്ഥലങ്ങളൊക്കെ എവിടെയെന്ന് വെച്ചാൽ കോർണിഷ് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൂക്ക് വാക്കിസ്, ഖത്താര, ദപ്പകൾ അവിടേക്കാണ് പോകുന്നത്. ടിക്കറ്റ് ഇവിടെ നിന്ന് കിട്ടും. വില ഏകദേശം 90-150 വരെയാണ് ഡിപ്പെൻഡിങ്. ഈ ആഡംബര ബിൽഡിംഗ് കണ്ടോ? ഖത്തറിലേക്ക് ക്രൂയിസ് ഷിപ്പ് അല്ലെങ്കിൽ ടൂർ ഷിപ്പ് എത്തുമ്പോൾ അതിനുപയോഗിക്കുന്ന മെയിൻ പാസഞ്ചർ ടെർമിനൽ, അതായത് നമ്മുടെ മിനാൻ ഡിസ്ട്രിക്ട്. ഇതിന്റെ പഴയ പേര് ഓൾഡ് ദോഹ പോർട്ട് എന്നാണ് കേട്ടോ. ഉദ്ദേശം അതായത് ഖത്തറിലെ എല്ലാ ക്രൂയിസ് ഷിപ്പ് പാസഞ്ചേഴ്സിനും പ്രവേശന പുറപ്പെടലും പിന്നെ അതുപോലെ തന്നെ ഇമിഗ്രേഷൻ, കസ്റ്റംസ്, ബാഗേജ് ചെക്ക് തുടങ്ങിയ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. ഇത് വന്നത് ഇപ്പൊ ഏകദേശം 2022 ഫിഫ വേൾഡ് കപ്പ് ടൈമിൽ ആ സമയത്താണ് ഔദ്യോഗികമായി ഇത് തുറന്നത്. അങ്ങനെ അക്വേറിയം കാണാൻ വേണ്ടി സിറ്റി ഗാലറിക്കുള്ളിൽ പോകാം. സിറ്റി ഗാലറിന്ന് പേരെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ടെർമിനൽ 2 ഡിപ്പാർച്ചർ. നമ്മുടെ എയർപോർട്ടുകളൊക്കെ തന്നെ ടെർമിനലുണ്ടാവും. പിന്നെ പോപ്കോൺ മെഷീൻ, പിന്നെ അതുപോലെ തന്നെ കോട്ടൺ ക്യാൻഡിയുടെ മെഷീനൊക്കെ ഉണ്ട്. വിസിറ്റ് ഖത്തർ. നല്ല രസമുള്ള അക്വേറിയങ്ങളാണ്. ഭയങ്കര ഹൈറ്റ് ഉണ്ടെന്നാണ്. ഏകദേശം 9 മീറ്റർ ഉയരമുണ്ടെന്ന്. ഏകദേശം ഒരുപാട് വെള്ളമുണ്ട്. ഏകദേശം 6 മില്യൺ ലിറ്റർ വെള്ളം വരെ ഇതിൽ ഉണ്ടാകും ഈ ടാങ്കിൽ. നല്ല അടിപൊളിയായിട്ടുണ്ട്. എന്താ കടലിൻ്റെ അടിയിലൊക്കെ ഉണ്ടാവില്ല ഓരോ കിലോമീറ്റർ കടൽ ചുറ്റും. പിന്നെ കല്ലുകളൊക്കെ വെച്ചിരിക്കണൊക്കെ നല്ല രസവും കാണാനായിട്ട്. നല്ല കളർഫുൾ മീനുകളൊക്കെ അതിൻ്റെ ഉള്ളിലുള്ളത്. എന്താ അടിപൊളി. ഈ തെരണ്ടി പോകണം ഇവിടെ മനസ്സിലാക്കി. തെരണ്ടി എന്നല്ല നിങ്ങളവിടെ പറയണത്. ഇതിൻ്റെ ഉള്ളിൽ ഷാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഷാർക്കിന് കഴിഞ്ഞ ഷാർക്കിനെ കണ്ടു, അത് കാണുന്നില്ല. ആൾക്കാർ വല്ലതും പോകണൊക്കെ ഉണ്ട്. പിള്ളേർക്കൊക്കെ കാണാനൊക്കെ രസമുണ്ട്. പിള്ളേരൊക്കെ ഒരു കാണാനൊക്കെ ആയിട്ട് ഫാമിലിയൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതൊക്കെ സ്ക്രീനുകൾ, ഇതൊക്കെ ചെറിയ ചെറിയ സ്ക്രീനുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഖത്തറിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത ഒരു ഇതും, പിന്നെ അതുപോലെ തന്നെ ഫോർട്ടിൻ്റെ ക്രൂയിസൊക്കെ വന്നിറക്കുന്ന വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. നല്ല ഡിസൈനിലുള്ള സ്ക്രീനാണ്. ഇതും കഴിഞ്ഞുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഇതൊക്കെ ഏകദേശം ഇത്ര ഉള്ളു കാണാനായിട്ട്. ഇനി നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോകാം. അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കോർണിഷ് കുറേ ബിൽഡിങ്ങുകളൊക്കെ ഇല്ലേ, നമ്മളിപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തൊക്കെ ദോഹ ഖത്തർ കോർണിഷ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ കുറേ ബിൽഡിങ്ങുകൾ കാണാം. അപ്പോൾ നമുക്ക് ആ ബിൽഡിങ്ങിൻ്റെ ഇടയിൽ കൂടി ചുമ്മാ ഒരു യാത്ര പോയാലോ? ഓക്കെ. കോർണിഷിലേക്ക് പോകണ വഴിക്ക് ഈ മീനയുടെ അടുത്ത് തന്നെ കുറച്ച് ബിൽഡിങ്ങുകളുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടാകും കണ്ടിട്ട്. വണ്ടിയിൽ ഇപ്പോൾ കണ്ടപ്പോൾ ഒരു പാർക്കിംഗ് കിട്ടി, ഞാൻ പാർക്ക് ചെയ്ത്. അപ്പോൾ നമുക്കൊന്ന് ആ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്കൊക്കെ പോകാം. മീനയിൽ തന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോർണിഷിലെ മെയിൻ ബിൽഡിങ്ങിൻ്റെ അതിൽ ഒരു യാത്ര ചെയ്യാം. ഓക്കെ, പോയാലോ? ഈ ബിൽഡിങ്ങിന്റെ കളറൊക്കെ നോക്കി, ഇതുപോലത്തെ വ്യത്യസ്തമായിട്ട് കുറെ ബിൽഡിങ്ങൾ അതിന്റെ അകത്തൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ. അതായത് ഓരോ ഷോപ്പിൽ നിറങ്ങളാണ് കാണാൻ. ചിലത് മോഡേൺ ആർട്ട്, ചിലത് ട്രഡീഷണൽ ഡിസൈൻ വരെയുള്ളത്. ഇവിടെ ഒരു ചെറിയ റോഡുണ്ട്, അതിന്റെ നിരനിരയായിട്ട് ചെറിയ ആർട്ട് ഷോപ്പുകളും ലോക്കൽ ഖത്തറി ആർട്ടിസ്റ്റുകൾ ചെയ്ത പെയിന്റിങ് പോട്ടറി വരെ ഇവിടെ ഉണ്ട്. കലങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തേക്കുള്ള സാധനങ്ങൾ. പൂവ് നല്ല പരിചയം കിട്ടാം. ബോഗൻവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ്. കടലാസ് പൂവെന്നും പറയില്ല. ഇവിടെ കാണാനായിട്ട് സ്റ്റെപ്പൊക്കെ കിട്ടിയിട്ട് നല്ല അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ അവിടെ കുറേ പേര് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഒരു ഫോട്ടോ ഒക്കെ വരച്ചിട്ട്. അതിൻ്റെ അടുത്ത് എന്താണെന്ന് പോയി നോക്കാം, നല്ല രസമുണ്ട്. കണ്ടാ, ഇതൊരു പെയിൻറ്റിങ് ആണ് സംഭവം, കണ്ടില്ലേ? അടിപൊളിയല്ലേ കാണാനായിട്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ആർട്ട് മറ്റേ വർക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട്. ആർട്ട് ഹൗസൊക്കെ ഉണ്ട്, ആർട്ട് ഹൗസ് ഉണ്ട്. നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. മറ്റേ അങ്ങനെ ഞാനിവിടെ ഒരു ട്രഡീഷണൽ ഷോപ്പിൽ കയറി, ആർട്ട് ഷോപ്പ് അങ്ങനെയാണ് അതിൻ്റെ പേര് തോന്നുന്നു. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ, കാരണം ഇപ്പം മറ്റേ പഴയ ടൈപ്പ് എന്താണോ സംഭവം, പഴയ മറ്റേ വിളക്ക് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒക്കെ. ഖത്തറിൻ്റെ സുവനീറൊക്കെ അടിപൊളി കളന്നുണ്ടോ. കത്തികളാണ്. ഞാൻ ആ ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി ചെന്നപ്പോൾ നല്ല ഒരുപാട് വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഈ മാലകളൊക്കെ നോക്കി, മുത്തിൻ്റെ മാല, പിന്നെ അതുപോലെ തന്നെ ജസ്ബിയ, പിന്നെ നമ്മുടെ പ്രസൻറ്റ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റംസ് ഒക്കെ ഇല്ലേ, കുറേ നല്ല കല്ല് വെച്ച് കുറേ മോതിരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ നല്ല രസം. അവിടെ തന്നെ ചെയിനൊക്കെ ഉണ്ട്. അവിടെ ഒരു പരുന്തിൻ്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്, സ്റ്റീലിൻ്റെ. നല്ല രസമുണ്ട്. ഇരുമ്പിൻ്റെ അവിടുത്തെ പിന്നെ ഷിപ്പുകൾ, പിന്നെ ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ.
അങ്ങനെ ഞാൻ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇവിടുത്തെ കാഴ്ചയാണ് കണ്ടില്ലേ, ഇതുപോലെ തന്നെ 2 ഷോപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ മൊത്തം. ഞാൻ പിന്നെ ഈ ഷോപ്പിൻ്റെ അകത്ത് കയറിയില്ല. ഇപ്പോൾ ഒരു ഷോപ്പ് സെയിം സാധനങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം നോക്കിയപ്പോൾ ഉണ്ടല്ലോ മയിൽപ്പീലി ഞാൻ കണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ വലിയ ജാറും പിന്നെ അവരുടെ അറബികളൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിക്കുകളൊക്കെ ഇല്ലേ ചൂരലിൻ്റെ, അതൊക്കെ ഉണ്ടായി. പിന്നെ നമ്മുടെ നാട്ടിൽ ഗോലി സോഡ, പഴയ ടൈപ്പ് സോഡ കുപ്പി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളും പിന്നെ അല്ലറ അജക്കുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിലെ ത്രാസ് ഉണ്ടല്ലോ, പഴയ ആൾക്കാരൊക്കെ യൂസ് ചെയ്തിരുന്നത്, അതും. പിന്നെ കുറച്ചേരം കടൽ തീരത്തൊക്കെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ തിന്നിട്ടാ. അവിടെ കഫേകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. കണ്ടോണ്ടിരിക്കാൻ രസമാണ് കടൽ തീരം ഇങ്ങനെ കണ്ടോണ്ടിരിക്കാനായിട്ട്, അല്ലേ? നമുക്ക് എന്തായാലും ഇവിടെ സ്ഥലം വിടാം. എന്തായാലും അടുത്ത നൈറ്റ് പോകുന്നതിന് മുമ്പ് അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാല്ലേ, കോർണശ്ശേരിയിലേക്ക് പോകാല്ലേ. അപ്പോൾ ഇവിടത്തേക്ക് ഇനിയിപ്പോൾ കണ്ട സ്ഥലങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇപ്പോൾ മെയിനായിട്ട്, കണ്ടില്ലേ, ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഇപ്പോൾ സമയം ഒരുപാട് വൈകി. ഓക്കെ, നമ്മളിവിടെ നിന്ന് പോയപ്പോൾ ആൾക്കാർ ഇങ്ങോട്ടേക്ക് തന്നെ. ഇപ്പോൾ വൈകുന്നേരം ആവാറായല്ലോ, സമയം ഒരുപാടായി. അപ്പോൾ നമുക്ക് കോർണിഷ് ജസ്റ്റ് റൗണ്ട് അടിച്ചിട്ട് നമുക്ക് റൂമിലേക്ക് പോകാം. അപ്പോഴേക്ക് ലൈറ്റൊക്കെ പോകും. ഇറങ്ങാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇറങ്ങുകയും ചെയ്യും. ഓക്കെ, rolling slow. Yeah, the sun's sinking low. Hitting up the boulevard, see the palm trees glow. Caddy drop top, got the rims on shine. West Coast living where it's always fine. അപ്പോൾ ഞാനിവിടെ ഒരു സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കുറേ ബോട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹബ്ലോട്ടിൻ്റെ ക്ലോക്കൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. ലോകത്തിലെ ആദ്യ ഫിഫ കൗണ്ട് ഡൗൺ ക്ലോക്ക് ഹബ്ലോട്ട് ആയിരുന്നു. ഫിഫ വേൾഡ് കപ്പിന്റെ ഔദ്യോഗിക ടൈം കീപ്പർ. ഇതിന്റെ ആകൃതി വരുന്നതിൽ ഫിഫ ഖത്തർ 2022 ലോഗോയെ അടിസ്ഥാനമാക്കിയിട്ടാണ്. പിന്നെ ഇതിന്റെ ലൈറ്റ്, രാത്രി ലൈറ്റ് ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ക്ലോക്കിന്റെ അടുത്ത് ഫിഫ വേൾഡ് കപ്പ് 2022 എന്നുള്ള ഒരു 3D ലാൻഡ്മാർക്ക് ബോർഡ് ഉണ്ട്. അവിടെ നിന്ന് ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പം ഞാനും കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ അതുപോലെ തന്നെ രാത്രിയിൽ ഇതിൻ്റെ LED ലൈറ്റുകൾ കൊണ്ട് നല്ല രസമാണ് കാണാനായിട്ട്, ലൈറ്റൊക്കെ എത്തിയിട്ട്. പിന്നെ ഒരു ബോട്ട് കണ്ടിരുന്നു, അതിൻ്റെ അടുത്ത് പോയതാണ്. ഇതിന് എന്തോ കോർണിഷിൽ ഇഷ്ടം പോലെ കാണാം. ഇത് ദോ ബോട്ട് എന്നാണ് ഇതിനെ പറയുന്നത്, അതായത് ട്രഡീഷണൽ വുഡൻ ബോട്ട്. പിന്നെ ഇത് പണ്ട് കാലത്തൊക്കെ ഉണ്ട്. ഇത് ഖത്തറിൻ്റെ പഴയ കാലത്ത് മരപ്പണി കപ്പലുകൾക്കാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. പഴയ കാലത്ത് മത്സ്യബന്ധനത്തിനും മുഖ്യ ശേഖരണത്തിനൊക്കെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഒരുപാട് ആക്ടിവിറ്റികൾ ചെയ്യും. അതായത് ചില ബോട്ടുകളിൽ LED ലൈറ്റുകളും മ്യൂസിക് സിസ്റ്റം, ബാർബിക്യൂ ഡിന്നർ സെറ്റപ്പ് വരെയൊക്കെ ചെയ്ത് കൊടുക്കും. ഇത് നോർമലി ഇപ്പോൾ റേറ്റ് വന്നാൽ നമുക്ക് വില വെച്ചിട്ട് ആൾക്കാർ വിളിക്കണം. 30 റിയാൽ, 50 റിയാൽ പബ്ലിക് റൈഡ് പോലെ നോർമലി റേറ്റ്. ഫ്ലൈറ്റ് പോണ ശബ്ദം ഉണ്ടാ, പൊട്ട് പോലെ കാണാം. താഴെ കടൽ, അപ്പുറം കോർണിഷ്, കുറച്ച് ബോട്ടുകളും. നല്ല രസം കാണാനായിട്ട് ഇവിടെ. ഒരുപാട് ഇതോ ബോട്ടുകൾ കണ്ടാ. കുറച്ച് ഞങ്ങൾ നീങ്ങി പോകുമ്പോഴും നമ്മുടെ ആൾക്കാർ കയ്യാണിച്ച് വിളിക്കും കയറണ്ടോന്ന് വെച്ചിട്ടുണ്ട്. നമ്മൾ പറയുന്ന പ്രൈസിലൊക്കെ അവർ വില കുറച്ച് തരും. ഒരു ടൈം പാസ് യാത്ര. പിന്നെ വൈകുന്നേരങ്ങളൊക്കെ മുമ്പ് ലൈറ്റൊക്കെ വെച്ച് കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടത്. കണ്ടാ, ഒരു ബോട്ട് പോയിട്ട് തിരിച്ചു വന്ന്. ഇത് രസം കാണാനായിട്ട് വന്നത് കാണാൻ അല്ലേ. ദോഹ കോർണിഷിൽ പോകുമ്പോൾ ഇതാ മുന്നിൽ കാണുന്ന ഭംഗിയുള്ള കെട്ടിടം, അതാണ് അമീർ ദിവാൻ. ഇത് ഖത്തറിൻ്റെ ഭരണകേന്ദ്രമാണ്, അതായത് എമിറിൻ്റെ ഔദ്യോഗിക ഓഫീസ്. രാജ്യത്തിൻ്റെ പ്രധാന തീരുമാനങ്ങളും ചടങ്ങുകളും ഇവിടെ നിന്നാണ് നടക്കുന്നത്. ഈ ഇലക്ട്രിക് സ്കൂട്ടർ ഖത്തറിൻ്റെ എവിടെ നിന്നാലും കാണാമെന്ന് മിക്ക സ്ഥലങ്ങളിലും ഞാൻ കണ്ടത്. ഇത് ആപ്പുണ്ട്, ആപ്പ് വഴിയിട്ട് QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഓടിക്കും.
ഡോ ബോട്ടിലൊക്കെ നല്ല പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല സൗണ്ട്, നല്ല ഹിന്ദി പാട്ടൊക്കെ വെച്ചിട്ട് നല്ലൊരു പ്രത്യേക ഒരു ആംബിയൻസ് അല്ല, നല്ല രസമുണ്ട്. ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ആൾക്കാരൊക്കെ കയറൂട്ടാ. ഇത് രസമാണല്ലോ കോർണിഷിലെ ബിൽഡിങ്ങുകൾ കാണാനായിട്ട്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു സ്റ്റാച്ചു ഒക്കെ കണ്ടിരുന്നു. നല്ല രസമുണ്ട് ഈ സ്റ്റാച്ചു. നമുക്ക് എന്തായാലും അടുത്ത് പോയി നോക്കാം അതിൻ്റെ. ഈ സ്റ്റാച്ചുവിന്റെ പേരാണ് ഓറിദ ഒറിക്സ്, അതായത് ഖത്തറിന്റെ ദേശീയ മൃഗമായ അറേബ്യൻ ഒറിക്സ്. ഇത് നിർമ്മിച്ചേക്കുന്നത് 2006 ഏഷ്യൻ കപ്പ് ടൈമില്ലേ, ഏഷ്യൻ ഗെയിംസ് ഇല്ലേ, ആ സമയത്താണ്. ഏകദേശം ഒരു 12 മീറ്റർ, അതായത് നമ്മുടെ 39 അടി ഉയരം. നമ്മുടെ ഖത്തർ എയർവേസിന്റെ ബാക്കിലൊക്കെ കാണുന്ന ഒരു മൃഗത്തിന്റെ ഫോട്ടോ ഉണ്ടല്ലോ, അതാണ് ഈ ഒറിക്സ്. പിടിക്കണ്ടേ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നോക്കാം. നല്ല കാറ്റുണ്ട് കേട്ടോ, വെട്ടം പോയി തുടങ്ങി. അവിടെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ നോക്കാം. ആ ഒറിക്സ് സ്റ്റാച്ചുവിൻ്റെ അടുത്ത് തന്നെ വേറൊരു സ്റ്റാച്ചുവും കൂടി ഉണ്ട്, ഒരു 4 എലിക്കുഞ്ഞു പോലത്തെ ഒരു ജീവികൾ. പക്ഷെ എനിക്ക് തോന്നുന്നത് ഒറിക്സ് കുഞ്ഞുങ്ങളാന്ന് തോന്നുന്നുണ്ട്. നല്ല വലിപ്പമുണ്ട്, എന്തായാലും കാണാൻ മനോഹരമുണ്ട്. ഖത്തറിൽ വന്നു കഴിഞ്ഞാലുണ്ടല്ല, ഈ റോട്ടിൽ കൂടി ഒന്ന് വരണം, ഒരു 1.5 കാഴ്ച തന്നെയുണ്ട് ഇവിടെ. കാരണമുണ്ട്, ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹയിലെ ഏറ്റവും മനോഹരവും പ്രശസ്തവുമായ കടൽ തീരപാതയാണ്. ഒരു വശത്ത് നീണ്ട നീലക്കടലും മറുവശത്ത് ആഡംബര ബിൽഡിംഗ് ആയിട്ട് നല്ല 1.5 സെറ്റപ്പ് തന്നെയുണ്ട് ഇവിടെ. ഇന്നിപ്പോ എന്തോ റോഡ് എന്തോ ഒരു മോശം ഉണ്ടെന്ന്, അല്ലെങ്കിൽ നല്ല റോഡാണ്, എന്തോ മെയിൻ്റെനൻസ് പണി നടക്കുന്നുണ്ട്. പിന്നെ ഉണ്ടല്ല, ഏകദേശം 7 കിലോമീറ്റർ ഇതുണ്ട് നീളമുണ്ട് ഈ റോഡിന്. മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് മുതൽ അവസാനിക്കുന്ന വെസ്റ്റ് ബേ ഷെറാട്ടൺ ഹോട്ടൽ റൗണ്ട് ബോട്ട് വരെ. ഇതാണ് ഷെറാട്ടൺ ഹോട്ടൽ. 1982 ഇത് നിർമ്മിച്ചത് ഇവിടെ. അതായത് ഖത്തറിലെ ആദ്യത്തെ 5 സ്റ്റാർ ഹോട്ടല്. നല്ല ലൈറ്റിംഗ് അല്ലേ കാണാനായിട്ട്, ഒരു ഭംഗി. ബാക്കിൽ സൂര്യന് അസ്തമിക്കുന്ന ടൈമാണെന്ന് തോന്നുന്നു, അപ്പം അതിൻ്റെ തോന്നുന്നു. നല്ല ഭംഗിയുള്ള ഫ്രെയിമല്ലേ.
ഒരുപാടായി. ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും കൂടുതൽ സമയം. എനിക്ക് അത് കാരണം കോർണിഷ് ഏരിയ ഒന്നും അധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. പുറത്തിറങ്ങി അപ്പോൾ കുറച്ച് മാക്സിമം ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ വൈകി ഇറങ്ങിയപ്പം ഒരു 11 മണിയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പം. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. 10:30-11 മണി ആ ടൈം കണ്ടോ. ടൈം നോക്കിയില്ല. എന്തായാലും രാവിലെ തന്നെ പോയില്ല. അപ്പോൾ അത് കാരണം എനിക്ക് ഫുള്ള് കവർ ചെയ്യാൻ പറ്റിയില്ല. മാക്സിമം കവർ ചെയ്ത് പിന്നെ ഇപ്പോൾ 4-4:30 ആകുമ്പോഴേക്ക് ഇരുട്ടി തുടങ്ങുമല്ലോ ചെറുതായിട്ട്, ക്ലൈമറ്റ് മാറണോണ്ടേ. അപ്പോൾ ഞാനിപ്പോൾ റൂമിലേക്ക് പോകണം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നിൽക്കുക. ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾക്കായി ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, അത് മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ കുറച്ചും കൂടി സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. നമുക്ക് കോർണിഷിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സൂക്ക് വാക്കിഫ് ഉണ്ട്, മുഷറിബ് ഡൗൺ ടൗൺ ഒക്കെ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അടിപൊളിയാക്കണം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, കാണാം.